സാറ് സമീപകാലത്ത് ഇടപെട്ട 2-3 കേസുകൾ വളരെ ചരിത്രപ്രധാനമായ കേസുകളാണ്. അതിലേറ്റവും ആദ്യം ഞാൻ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നൊരു വിഷയം EWS സംബന്ധിച്ച കേസാണ്. അത് ഇന്ത്യയിൽ സാമ്പത്തിക സംവരണം എന്നൊരു വാദം വളരെ നാളുകളായിട്ട് ഇന്ത്യയിലെ സവർണ വിഭാഗങ്ങളിൽ നിന്ന് ഉന്നയിക്കപ്പെടുന്നുണ്ട്. അത് നടപ്പാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും പരാജയപ്പെടുകയാണ്. നരസിംഹറാവു ഗവൺമെൻറ്റാണ് ആദ്യമായിട്ടത് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നടപ്പാക്കാൻ ശ്രമിച്ചു, പരാജയപ്പെട്ടു. പക്ഷേ പിന്നീട് മോദി ഗവൺമെൻറ് അത് EWS എന്ന പേരിൽ ഒരു മുന്നാക്ക വിഭാഗക്കാർക്ക് മാത്രമായി ഒരു സംവരണം ഏർപ്പെടുത്തുകയാണ് ഉണ്ടായത് 103-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ. അതിനെ ഫലപ്രദമായി ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയിൽ വാദിച്ച വക്കീലാണ് താങ്കൾ. എന്തായിരുന്നു അതിൻ്റെ താങ്കൾ ഉന്നയിച്ച വാദങ്ങൾ എന്തെല്ലാമായിരുന്നു? ആ വാദങ്ങൾ, ആ വിധിയെ ഏത് രീതിയിലാണ് സ്വാധീനിച്ചത് തുടങ്ങിയുള്ള കാര്യങ്ങളൊന്ന് ചുരുക്കി പറയാം. തീർച്ചയായിട്ടും. ആദ്യം നമ്മൾ എന്താണ് പ്രശ്നം? ആദ്യം നമ്മളൊക്കെ ഇത് കണ്ടപ്പോൾ പലരും വിചാരിച്ചു കുറച്ച് പാവപ്പെട്ട സവർണർക്ക് ഇത് കൊടുത്താൽ ഈ സംവരണത്തിൻ്റെ എതിരെയുള്ള ഒരു ഓപ്പോസിഷൻ കുറയും, ഇവർക്ക് നമ്മളെ ഒപ്പോസ് ചെയ്യാൻ ഒക്കില്ല എന്നൊക്കെ ഒരു പ്രത്യാശ. പിന്നെ ഈ ജാതി മത ഭേദമില്ലാതെയാണ് OBC എന്നുള്ള കാറ്റഗറി. അതിൽ എല്ലാ മതങ്ങളിലെ ആൾക്കാരുണ്ട്, എല്ലാ വർണ്ണങ്ങളിലെ ആൾക്കാരുണ്ട്. അപ്പോൾ OBC എന്ന് പറഞ്ഞാൽ അതർ ബാക്ക്വേർഡ് ക്ലാസസ്, അതർ ബാക്ക്വേർഡ് ക്ലാസസ്, കാസ്റ്റ് എന്നല്ല. പല ആളുകളും അതർ ബാക്ക്വേർഡ് കാസ്റ്റ്, അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി എന്നൊക്കെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഫൈനാൻഷ്യൽ ആൻഡ് ഇക്കണോമിക് എന്നുള്ള 2 വാക്കുകളെ ഡിസ്റ്റിങ്വിഷ് ചെയ്താൽ, സാമ്പത്തികം അർത്ഥശാസ്ത്രപരം ഡിസ്റ്റിങ്വിഷ് ചെയ്താൽ ശരിക്കുള്ള ഇക്കണോമിക് റിസർവേഷൻസ് OBC ആണ്. എന്ന് വെച്ചാൽ സോഷ്യൽ, പൊളിറ്റിക്കൽ, ഇക്കണോമിക് ആൻഡ് റെപ്രസെൻറ്റേഷൻ 4 കാറ്റഗറിയിൽ ഒരു 10-20 ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. ആ ഇൻഡിക്കേറ്റേഴ്സ് സാറ്റിസ്ഫൈ ചെയ്ത ഏത് കമ്മ്യൂണിറ്റിക്കും ജാതി മതഭേദമില്ലാതെ, മുന്നാക്കമെന്നോ പിന്നാക്കമെന്നോ വ്യത്യാസമില്ലാതെ സോഷ്യൽ, പൊളിറ്റിക്കൽ ആൻഡ് ഇക്കണോമിക് ആൻഡ് റെപ്രസെൻറ്റേഷനിൽ മികവുള്ള ഏത് സമുദായത്തിനെയും അതിൽ വരാം. അങ്ങനെ വന്നിട്ടുമുണ്ട്. അതിൽ കുറച്ച് ബ്രാഹ്മൺ കമ്മ്യൂണിറ്റീസ് ഉണ്ട്, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര എല്ലാ കമ്മ്യൂണിറ്റീസും ഉണ്ട്. അല്ലാത്ത ഈ നമ്മുടെ പഞ്ചമ കാറ്റഗറീസ്, ഔട്ട്കാസ്റ്റ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി, കാസ്റ്റ് ഇല്ലാത്ത മണിപ്പൂരി ബ്രാഹ്മിൻസ് ഉണ്ട്, മോദി വൈശ്യ ബനിയ കമ്മ്യൂണിറ്റീസ് ഉണ്ട്. അപ്പം പിന്നെ ചെട്ടിയാർ അങ്ങനത്തെ കമ്മ്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ശരിക്ക് ഈ വെറും ഇക്കണോമിക് അർത്ഥശാസ്ത്രപരമായി പിന്നോക്കമായി നിൽക്കുന്ന, സാമ്പത്തികമായി മാത്രമല്ല. അർത്ഥശാസ്ത്രം എന്ന് പറയുമ്പോൾ നമ്മൾ സോഷ്യൽ, പൊളിറ്റിക്കൽ ഇതെല്ലാം നോക്കിയിട്ടാണ് പറയുന്നത്. അതിൻ്റെ ഒരു കാറ്റഗറിയാണ് OBC. അപ്പോൾ അതിൽ ഇവരെല്ലാം പെടുമ്പോൾ പുതിയൊരു കാറ്റഗറി ഉണ്ടാക്കേണ്ട ആവശ്യം എന്താണ്? അതിൽ പെടാതെ പെട്ടുപോയ ആർക്കും OBC കമ്മീഷൻ, നാഷണൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് OBC കമ്മീഷനെ അപ്രോച്ച് ചെയ്യാം. അവർക്ക് അതിനൊരു പ്രക്രിയ ഉണ്ട്. അതനുസരിച്ച് കൺസിഡർ ചെയ്തിട്ട് അവരെ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ എന്തിനാണ് ഇത് ഉണ്ടാക്കിയത് ഈ EWS എന്ന് പറഞ്ഞ്? ഇപ്പോൾ EWS എന്ന് വെച്ചാൽ അതാണ് കാസ്റ്റ് ബേസ്ഡ് റിസർവേഷൻ. EWS എന്ന് വെച്ചാൽ EWSന് ഈ സവർണ ഓളിഗാർക്കിയിലുള്ള കാസ്റ്റിൻ്റെ ലിസ്റ്റുണ്ട്. അതിൽ ജനിച്ചവർക്ക് മാത്രമാണ് EWS. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവർ കോടതിയിലും വാദിക്കുന്നത്, പുറത്തും വാദിക്കുന്നത് OBC കാസ്റ്റ് ബേസ്ഡ് റിസർവേഷൻ. ഇത് ഇക്കണോമിക് റിസർവേഷൻ. നേരെ തിരിച്ചാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ ഒരു കാസ്റ്റ് ബേസ്ഡ് റിസർവേഷൻ ആദ്യമായി EWS എന്ന രൂപത്തിൽ ഇന്ത്യയിൽ ഉണ്ടാക്കിയത് എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അത് അപ്പം സാമ്പത്തിക സംവരണം എന്ന വ്യാജേന ജാതി സംവരണമാണ്. അതുകൊണ്ട് നമ്മൾ പറയുന്നത് EWS എന്ന് വെച്ചാൽ എക്സ്ക്ലൂസീവ്ലി ഹോൺലി ഫോർ സവർണാസ്. അതാണ്. അപ്പൊ സവർണ റിസർവേഷൻ വാസ്തവത്തിൽ EWS സവർണ സംവരണം എന്ന് തന്നെ പറയണം. അതിനു വേണ്ടി സവർണ വിഭാഗത്തിൽ ജനിച്ച ആളുകൾക്ക് മാത്രമുള്ള സംവരണം. അത് ഉണ്ടാക്കുന്നതിൽ എന്താണ് അതിൻ്റെ കാരണം? ഒന്ന്, ഇവർ ഈ കഴിഞ്ഞ കോൺസ്റ്റിറ്റ്യൂഷൻ വന്നിട്ട് 75 വർഷം കഴിയുന്നു, 76 വർഷം കഴിയുന്നു. ഈ 76 വർഷത്തിൽ ഈ ബാബാ സാഹേബ് അംബേദ്കർ കൊണ്ടുവന്ന 1930 ആദ്യത്തെ റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ അവതരിപ്പിച്ച സംവരണം എന്നുള്ള വാക്ക് അദ്ദേഹം ഉപയോഗിച്ചില്ല, പക്ഷേ ഈക്വൽ റെപ്രസെൻറ്റേഷൻ,
അദ്ദേഹം റിസർവേഷൻ എന്നുള്ള വാക്ക് ഉപയോഗിച്ചില്ല, പ്രാതിനിധ്യം എന്നാണ്. അതായത് ഈക്വൽ റെപ്രസെൻറ്റേഷൻ, ഡ്യൂ ആൻഡ് ആഡിക്വേറ്റ് റെപ്രസെൻറ്റേഷൻ ഫോർ ഓൾ കമ്മ്യൂണിറ്റീസ്, ആനുപാതികമായ മതിയായ പ്രാതിനിധ്യം എല്ലാ സമുദായങ്ങൾക്കും എന്നാണ് അദ്ദേഹം ലണ്ടനിൽ മുന്നോട്ട് വെച്ചത്. ആ കോൺസെപ്റ്റാണ് ആർട്ടിക്കിൾ 16 ബേസിക്കലി വന്നത്. പക്ഷെ അതിൻ്റെ പേര് മാറ്റി റിസർവേഷനാക്കി. റിസർവേഷൻ എന്നുള്ള വാക്ക് ഈ മഹാരാജാക്കന്മാരും രാജാക്കന്മാരും മൈസൂറിലും പിന്നെ ബ്രിട്ടീഷുകാർ മദ്രാസിലും ഇവിടെ തിരുവിതാംകൂറിലും മലയാളി മെമ്മോറിയലൊക്കെ വന്നിട്ട് അവരാണ് ഈ റിസർവേഷൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. പക്ഷേ ഡിപ്രസ് ക്ലാസ്സസിൽ നിന്നും വേണ്ടി ബാധിച്ച ഡോക്ടർ അംബേദ്കർ റിസർവേഷൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നില്ല, റെപ്രസെൻറ്റേഷൻ എന്നുള്ള വാക്കാണ്. അപ്പം നമ്മൾ ഈ ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ സംവരണം എന്നല്ല, പ്രാതിനിധ്യത്തിനെ കുറിച്ച് സംസാരിക്കണം. ഈ സംവരണം റിസർവേഷൻ എന്നുള്ള വാക്ക് കോൺസ്റ്റിറ്റ്യൂഷനിലുണ്ട്, അതുകൊണ്ട് നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നു. അത് നമ്മുടെ ക്ലെയിമാണ്. പക്ഷേ നമ്മുടെ റിയൽ ക്ലെയിം റെപ്രസെൻറ്റേഷനാണ്. അപ്പം നമ്മൾ ആ വാക്ക് ഉപയോഗിക്കാതെ ഈ പ്രാതിനിധ്യം എന്നുള്ള വാക്കാണ് ഉപയോഗിക്കേണ്ടത്. പ്രാതിനിധ്യം തന്നെ വാസ്തവത്തിൽ എന്തുകൊണ്ടാണ് അംബേദ്കർ പറഞ്ഞത്? അതേ റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ പ്രാതിനിധ്യം, ആനുപാതികമായ മതിയായ പ്രാതിനിധ്യം വേണം എന്ന് ഡിമാൻഡ് ചെയ്ത് ഡിപ്രസ് ക്ലാസ്സസിന് റെപ്രസെൻറ്റേറ്റീവ് ഗവൺമെൻറ് വേണം, വെറും ഇലക്ഷൻസ് പോരാ, ഇലക്ടറൽ ഡെമോക്രസി മാത്രമല്ല റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി വേണം എന്നുള്ളത് ഡിപ്രസ് ക്ലാസ്സസിൻ്റെ നോൺ നെഗോഷ്യബിൾ ഡിമാൻഡായിട്ട് മുന്നോട്ട് വയ്ക്കുന്നത് ഡോക്ടർ അംബേദ്കർ ആണ് ഈ റൗണ്ട് ടേബിൾ കോൺഫറൻസ്. അതേ കോൺഫറൻസിൽ തന്നെ അദ്ദേഹം ഇത് മുന്നോട്ട് വയ്ക്കുകയും അതിനൊരു മെക്കാനിസംസ് ഉണ്ടാക്കുകയും ചെയ്യുന്നു. അപ്പോൾ അതിൽ അദ്ദേഹം എൻവിസാജ് ചെയ്യുന്നത് റെഗുലേഷൻ ഓഫ് റിക്രൂട്ട്മെൻറ്റ് ഓർ റെഗുലേഷൻ ഓഫ് അഡ്മിഷൻ ഇൻ ടു കോളേജസ് സോ ആസ് ടു എൻഷ്യൂർ റെപ്രസെൻറ്റേഷൻ എന്നാണ്. അപ്പോൾ അതിൽ ഒരു ഫിക്സ്ഡ് ടേം ഇല്ല, 10 വർഷത്തേക്കെന്നല്ല, നിത്യമായി കണ്ടിന്യൂസ്ലി നമ്മൾ മോണിറ്റർ ചെയ്യണം, ഗവൺമെൻറ് മോണിറ്റർ ചെയ്യണം. കമ്മ്യൂണിറ്റീസിൻ്റെ പോപ്പുലേഷൻ എന്താണ്, അവരുടെ റെപ്രസെൻറ്റേഷൻ എന്താണ്. റെപ്രസെൻറ്റേഷൻ കുറവുള്ള കമ്മ്യൂണിറ്റീസിന് കൂടുതൽ കൊടുക്കണം, കൂടുതലുള്ള കമ്മ്യൂണിറ്റീസിന് തൽക്കാലം കുറയ്ക്കണം. എന്നിട്ട് ഇത് കോൺസ്റ്റൻ്റ്ലി അഡ്ജസ്റ്റ് ചെയ്യണം. നമ്മളൊരു വാട്ടർ ലെവൽ അഡ്ജസ്റ്റ് ചെയ്യുന്ന പോലെ കോൺസ്റ്റൻ്റ്ലി ഒരു ഡാം, ഒരു അണക്കെട്ടിൻ്റെ ലെവൽ നോക്കിയിട്ട് വെള്ളം കുറയുമ്പോൾ അത് കൂടുതൽ നമ്മൾ വിടും, കൂടുതലാണെങ്കിൽ വെള്ളം ഷട്ടർ വിടും. അപ്പം അതുപോലെ ഇത് മോണിറ്റർ ചെയ്യണം എന്നാണ് പറഞ്ഞത്, അല്ലാതെ 10 വർഷത്തേക്കല്ല. അങ്ങനെ ഒരു പ്രചാരണം വളരെ തെറ്റായിട്ടുള്ള പ്രചാരണമാണ്. ഇപ്പം എന്ന് ഇന്ത്യ നിലനിൽക്കണമെങ്കിൽ, ഇവിടെ ജനാധിപത്യം വേണമെങ്കിൽ ഇലക്ഷൻസ് മാത്രം പോരാ, പ്രാതിനിധ്യ ജനാധിപത്യം വേണം എന്ന് ഡോക്ടർ അംബേദ്കർ ശക്തമായി പറയുകയും അതിൻ്റെ ബേസിസിൽ ഇങ്ങനത്തെ ഒരു മെക്കാനിസം കൊണ്ടുവരണം ടു എൻഷ്യൂർ ആഡിക്വേറ്റ് റെപ്രസെൻറ്റേഷൻ. അത് വേണമെങ്കിൽ സെൻസസ് വേണം. സെൻസസ് ഇല്ലാതെ ആനുപാതികം എങ്ങനെയാവും? സമുദായ സെൻസസ്. നമ്മൾ ജാതി എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നില്ല. ജാതി എന്ന് വെച്ചാൽ ഈ 4 ജാതികളേ ഉള്ളൂ. എന്താണ്? ബ്രാഹ്മിൻ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര. ബാക്കി നമ്മളെല്ലാം ഔട്ട് ഓഫ് കാസ്റ്റ് ആണ്. അവർക്ക് കാസ്റ്റ് ഇല്ല, ഔട്ട്സൈഡ് ദ കാസ്റ്റ്. അവർ ഇൻ കാസ്റ്റ് ആണ്, നമ്മൾ ഔട്ട് കാസ്റ്റ്. അപ്പോൾ അവർക്കേ കാസ്റ്റ് ഉള്ളൂ. അപ്പോൾ നമുക്ക് സമുദായം എന്നുള്ള വാക്കാണ് ഡോക്ടർ അംബേദ്കർ ഉപയോഗിച്ചത്. അപ്പോൾ ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഈ വാക്കുകൾ വന്ന് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് എന്തുകൊണ്ടാണ് ഡോക്ടർ അംബേദ്കർ ഇത് പറഞ്ഞത് എന്ന് വെച്ചാൽ, ഡോക്ടർ അംബേദ്കർ അതേ കോൺഫറൻസിൽ പ്രെഡിക്റ്റ് ചെയ്തു, ഇന്ത്യയിൽ നിന്ന് ബ്രിട്ടീഷുകാർ പോയി കഴിഞ്ഞാൽ ഇന്ത്യ ഭരിക്കാൻ പോകുന്നത് ഒരു ഓളിഗാർക്കിയാണെന്ന് പറഞ്ഞു. ഓളിഗാർക്കി ഈ സവർണ ഓളിഗാർക്കിയാണ്. അപ്പോൾ ഇതിനെ മറികടക്കാൻ ഇതിൻ്റെ ഒരു പ്രതിരോധമായിട്ടാണ് ഡോക്ടർ അംബേദ്കർ ഈ റെപ്രസെൻറ്റേഷൻ്റെ മെക്കാനിസം വേണമെന്ന് പറഞ്ഞത്. എന്ന് വെച്ചാൽ ഈ ഓളിഗാർക്ക് എന്ന് വെച്ചാൽ നമുക്കറിയാം, ഈ കെമിസ്ട്രിയിൽ പ്രൊഫസർ വിജയകുമാർ എപ്പോഴും പറയും, ഈ പോളിസാക്കറൈഡ് എന്ന് വെച്ചാൽ കുറേ സാക്കറൈഡ്സ്, മോണോസാക്കറൈഡ് എന്ന് വെച്ചാൽ ഒരു സാക്കറൈഡ്, ഓളിഗോസാക്കറൈഡ് എന്ന് വെച്ചാൽ കുറച്ച് സാക്കറൈഡ്. അതുപോലെ മോണോ ആർക്കി എന്ന് വെച്ചാൽ ഒരാളുടെ ഭരണം, രാജാവിൻ്റെ ഭരണം. ഓളിഗാർക്കി എന്ന് വെച്ചാൽ കുറച്ച് ആൾക്കാരാണ്. അപ്പോൾ ഇതാണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് ഡോക്ടർ അംബേദ്കർ 1930 പ്രവചിച്ചു. അതാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. 4 സമുദായങ്ങളുടെ കയ്യിലാണ് എല്ലാ വിഭവങ്ങളും പവറും ഇന്ത്യയിൽ, 99%. അത് എല്ലാ സെക്ടറിലും, മീഡിയ, അക്കാഡമിയ, ഗവൺമെൻറ്, ബിസിനസ്, എല്ലായിടത്തും താക്കോൽ സ്ഥാനങ്ങൾ അവരുടെ കയ്യിലാണ്. കേരളത്തിലാണെങ്കിൽ 3 കമ്മ്യൂണിറ്റിയുടെ കയ്യിലാണ്. ഒരു കമ്മ്യൂണിറ്റിയും അവരുടെ ഡിസെൻഡൻസ് ആണെന്ന് ഏകപക്ഷമായി ക്ലെയിം ചെയ്യുന്ന മറ്റ് 2 കമ്മ്യൂണിറ്റീസും. അപ്പോൾ ഈ ഓളിഗാർക്കി ഭരണത്തിനെ കുറിച്ച് ലോകത്ത് എല്ലായിടത്തും പഠിച്ചിട്ടുണ്ട്. ഓളിഗാർക്കി ഭരിച്ചാൽ അവർക്ക് വേണ്ടി മാത്രമേ ഭരിക്കൂ. അപ്പോൾ ആ ഭരണത്തിൻ്റെ ഒരു അടിത്തറയായിട്ടുള്ളത് അവരുടെ വിശ്വാസം, അവർക്ക് മറ്റുള്ളവർക്കില്ലാത്ത കഴിവുകൾ അവർക്കുണ്ട്.
അവർ ഈ സ്വജന പക്ഷപാതമാണ്. നമ്മളോടുള്ള വിദ്വേഷമല്ല, അവർക്ക് അവരോടുള്ള സ്നേഹമുള്ള രാജാവ് എൻ്റെ മകനെ ആക്കണം, അടുത്ത രാജാവ് എന്ന് പറയുമ്പോൾ ബാക്കിയുള്ളവരോട് വിദ്വേഷമല്ല, ഈ മകനോടുള്ള സ്നേഹമാണ്, നെപ്പോട്ടിസമാണ്. അപ്പോൾ അയ്യോ എൻ്റെ മകനെ പോലെ ഇത്രയും മിടുക്കൻ പേര് ലോകത്ത് ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ ഈ ഓളിഗാർക്കിക്കും അവർ സ്വജന പക്ഷപാതമാണ്. അപ്പോൾ ഈ ജഡ്ജായാലും ബ്യൂറോക്രാറ്റ് ആയാലും പൊളിറ്റിക്കൽ ലീഡർ ആയാലും മേനോന്റെ മകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേകത ഉണ്ടെന്ന് നമ്മൾ സ്വയറിംഗിൽ പോലും അത് എത്രയോ നോട്ടീസ് ചെയ്ത ആൾക്കാർ. ചെത്തു തൊഴിലാളിയുടെ മകൻ എന്ന് സ്വയറിംഗിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മറ്റൊരു വിധത്തിൽ മാതൃഭൂമി കാർട്ടൂൺ എഴുതിയതുപോലെ പിന്നെ നിങ്ങൾ തെങ്ങിന്റെ മുകളിൽ പോയിരിക്കൂ എന്ന് പറയില്ലേ. അപ്പൊ അങ്ങനെ ഒരു പ്രെജുഡിസ് ഉണ്ട്. അപ്പോൾ ആ പ്രെജുഡിസിനെ ഉള്ളത് കൊണ്ടാണ് അതിനെ കൗണ്ടർ ചെയ്യാനാണ് ഈ പ്രാതിനിധ്യം വേണം എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ അതേ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് നമ്മൾ ഇവിടെ റിസർവേഷൻ ഉണ്ടാക്കുന്നത്. പ്രാതിനിധ്യം ഇല്ലാത്തവർക്ക് അത് ഈ OBC ആണെങ്കിൽ ഒരു ക്രൈറ്റീരിയൻ റെപ്രസെൻറ്റേഷനാണ്, പൊളിറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ. പൊളിറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ കൂടുതലുണ്ടെങ്കിൽ റിസർവേഷൻ അപ്രസക്തമാകുന്നു. അതിൻ്റെ ഇൻസ്ട്രുമെൻ്റാണ് ഈ റിസർവേഷൻ, റെപ്രസെൻറ്റേഷൻ ഇൻസ്ട്രുമെൻ്റാണ്. അപ്പോൾ EWS വന്നപ്പോൾ റെപ്രസെൻറ്റേഷൻ വളരെ അമിതമായുള്ള ഓളിഗാർക്കിക് കമ്മ്യൂണിറ്റീസിൻ്റെ മെമ്പേഴ്സിന് വേണ്ടി മാത്രമേ ഇവർ റിസർവേഷൻ ഉണ്ടാക്കുകയാണ്. അപ്പോൾ റെപ്രസെൻറ്റേഷനും റിസർവേഷനും തമ്മിലുള്ള ബന്ധത്തിന് അവർ ഡിസ്ട്രോയ് ചെയ്യുക. അതാണ് അതിന് ഭരണഘടനയുടെ അടിസ്ഥാന ചോദ്യം ചെയ്യുന്നു എന്നുള്ള വിമർശനം ഡിസ്ട്രോയ് ചെയ്യാണ്. എന്ന് വെച്ചാൽ ഞാൻ സുപ്രീം കോടതിയിൽ വാദിച്ചു, വാസ്തവത്തിൽ റിസർവേഷൻ എന്ന് പറഞ്ഞാൽ ഈ സവർണറുടെ മെക്കാനിസമാണ്. അവരെല്ലാം അവർക്ക് വേണ്ടി റിസർവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മളുടെ ഡിമാൻഡ് റെപ്രസെൻറ്റേഷനാണ്. അവരുടെ റിസർവേഷൻ അവസാനിപ്പിക്കാനാണ്. അല്ലാതെ നമുക്ക് റിസർവേഷൻ അല്ല, നമുക്ക് റെപ്രസെൻറ്റേഷനാണ് വേണ്ടത്. ഈ റെപ്രസെൻറ്റേഷൻ വേണ്ടത് എന്തുകൊണ്ടാണ്? ഡോക്ടർ അംബേദ്കർ പറഞ്ഞു ഈ ട്രാൻസ്ഫർ ഓഫ് പവർ ഉണ്ടാകാൻ പോകുന്നത് ബ്രിട്ടീഷിൽ നിന്നും ഓളിഗാർക്കിക്ക് ആണ്, ഫസ്റ്റ് ട്രാൻസ്ഫർ ഓഫ് പവർ. പക്ഷേ നമുക്ക് സെക്കൻഡ് ട്രാൻസ്ഫർ ഓഫ് പവർ വേണം, ഫ്രം ഓളിഗാർക്കി ടു ഓൾ കമ്മ്യൂണിറ്റീസ് ആനുപാതികമായി. ഈ സെക്കൻഡ് ട്രാൻസ്ഫർ ഓഫ് പവർ 76 വർഷമായിട്ട് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. അതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ടൂളാണ് ഈ സംവരണം നമ്മൾ പറയുന്നത്. ഈ സെക്കൻഡ് ട്രാൻസ്ഫർ ഓഫ് പവറിൻ്റെ ടൂളാണ്. എന്ന് വെച്ചാൽ ഈ എന്തായാലും ആദ്യമായിട്ട് പവർ എല്ലാവരുടെയും കയ്യിൽ വേണം. ഡോക്ടർ അംബേദ്കർ എപ്പോഴും പറയായിരുന്നു, നമുക്ക് രാഷ്ട്രീയ അധികാരം നമ്മുടെ കയ്യിലില്ലെങ്കിൽ ഇത് അർത്ഥശൂന്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തിന് തൊട്ട് മുമ്പ് ഒരു BBC ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞു, ഇവിടെ ഡെമോക്രസി നടക്കില്ല, ഭരണവ്യവസ്ഥ ഉള്ളിടത്തോളം കാലം ഡെമോക്രസി നടക്കില്ല, അതിനേക്കാളും ബെറ്റർ കമ്മ്യൂണിസമാണെന്ന് പറഞ്ഞു ഡോക്ടർ അംബേദ്കർ. എന്ന് വെച്ചാൽ ഇവർ ഒരിക്കലും ഈ ഓളിഗാർക്കി ഇവിടെ നമ്മളെ ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കില്ല. അപ്പോൾ ഈ ഒരു ഇതിലാണ് ഈ അവസരങ്ങളെയും അധികാരത്തിനെയും ഇവർക്ക് വേണ്ടി മാത്രം മാറ്റിവെക്കാൻ വേണ്ടി ഒരു മെക്കാനിസമാണ് ഈ എക്സ്ക്ലൂസീവ്ലി ആൻഡ് ഹോൾലി ഫോർ സവർണ EWS റിസർവേഷൻ ഇവർ കൊണ്ടുവരുന്നത്. അതിൽ നമുക്ക് ഒരിക്കലും അവരൊരു അഡ്മിഷൻ തരില്ല. അപ്പോൾ ഈ ഓളിഗാർക്കി റീറ്റെയിൻ സവർണ സുപ്രീമസി, RSS റീറ്റെയിൻ സവർണ സുപ്രീമസി, ഈ RSS പ്രോജക്റ്റാണിത്. EWS RSSൻ്റെ പ്രോജക്റ്റാണ് EWS. അപ്പോൾ റീറ്റെയിൻ സവർണ സൂപ്രിമസി അതിൻ്റെ അട്ടിമറിക്കാനാണ് വാസ്തവത്തിൽ റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി, ഈ ഓത്തോറിറ്റേറിയൻ ഫാഷിസ്റ്റ് RSS പ്രോജക്റ്റ്, അതിൻ്റെ എതിരെയാണ് നമ്മൾ ഭരണഘടനയിൽ ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് മെയിൻ ഇഷ്യൂ. പക്ഷേ ഇതിനെ അവരെന്ത് ചെയ്തു? അവർ കോടതിയിലെ ജഡ്ജ്മെൻറ്റ്സ് ഉൾപ്പെടെ എപ്പോഴും തുടക്കം മുതൽ റിസർവേഷനെ കാണുന്നത് ഒരു ദാരിദ്ര്യത്തിനെതിരെ, പിന്നോക്ക അവസ്ഥയ്ക്കെതിരെ ഒരു പ്രതിവിധിയായിട്ടാണ്. അപ്പം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും ദരിദ്രരായ എല്ലാവരെയും കൺസിഡർ ചെയ്യണം എന്ന് പറയും. അതുകൊണ്ട് അവരെയും നമ്മൾ കൺസിഡർ. അപ്പം ഇതിൻ്റെ പേർപ്പസ് തന്നെ മാറ്റി, ദാരിദ്ര്യമാക്കി. ഇപ്പം ഇന്ത്യ റിസർവേഷന് വേണ്ടി ചോദിക്കുന്നു സെക്യൂരിറ്റി കൗൺസിലിൽ, ഇന്ത്യക്ക് റിസർവേഷൻ വേണം എന്നാണ് പറയുന്നത്. നാളുകളായിട്ട് ചോദിക്കുന്ന ചോദ്യം, നാളുകളായിട്ട് ഉന്നയിക്കുന്ന കാര്യമാണ് അത്. നമ്മൾ ആ റിസർവേഷൻ്റെ നമ്മുടെ ജസ്റ്റിഫിക്കേഷൻ നമ്മുടെ ദാരിദ്ര്യമാണോ അതോ നമ്മുടെ ജനസംഖ്യയാണോ? അതെ. അപ്പോൾ ഇവിടെ ദാരിദ്ര്യം അവസാനിച്ചാലും നമ്മൾ പറയും ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം നമ്മളാണ്, നമ്മളില്ലാത്തൊരു സെക്യൂരിറ്റി കൗൺസിലിന് ഒരു ലെജിറ്റിമസി ഇല്ല എന്ന് നമ്മൾ പറയുന്നു. അപ്പോൾ റെപ്രസെൻറ്റേഷനാണ്, ജനസംഖ്യ, ജനങ്ങളുടെ പ്രാതിനിധ്യം, അതാണ് നമ്മുടെ ഡിമാൻഡ്. പക്ഷേ ദാരിദ്ര്യമല്ല. അത് തന്നെയാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിമാൻഡ്.
നമ്മുടെ സ്വരാജിന് വേണ്ടി, നമ്മൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്തു. നമ്മൾ എന്താ ആക്ച്വലി പറഞ്ഞത്? ഈ ഏറ്റവും ടോപ്പ് പൊളിറ്റിക്കൽ പൊസിഷൻസും പാർലമെൻറ്റും ടോപ്പ് മിനിസ്റ്റേഴ്സും രാഷ്ട്രപതിയും മസ്റ്റ് ബി റിസർവ് ഫോർ ഇന്ത്യൻസ്. അതൊരു മെത്തേഡ് ഓഫ് റിസർവേഷൻ ആണ്. വേറെ സെൽഫ് റൂൾ ഈസ് ബെറ്റർ ദാൻ ആൻ എഫിഷ്യന്റ് റൂൾ. അതെ അതെ അതെ, സ്വഭരണം സുഭരണത്തിനെക്കാളും അതൊക്കെ അവർ പറയുന്നു. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഇന്ത്യ എന്ന് വെച്ചാൽ ഓളിഗാർക്കിയായി മാറി. ഓളിഗാർക്കിക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളാണ് സെലിബ്രേറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ 3 നായന്മാർ ചീഫ് മിനിസ്റ്റർ ആകാൻ വേണ്ടി മത്സരിക്കുന്നു. അതിൽ ഒരാൾ ജയിക്കുമ്പോൾ നമ്മൾ ചിലർ സെലിബ്രേറ്റ് ചെയ്യുന്നു, ചിലർ ദുഃഖിക്കുന്നു. പക്ഷേ ഇത് ആര് കിട്ടിയാലും ഈ കേരളത്തിൻ്റെ ബഹുഭൂരിപക്ഷം ജനങ്ങളുടെ പ്രാതിനിധ്യം കിട്ടുന്നില്ല, ഇവരാര് ജനിച്ചാലും. അപ്പോൾ ഒരു കപടമായിട്ടുള്ള ഒരു ഷാഡോ ബോക്സിംഗ് ആണ്. വാസ്തവത്തിൽ എന്തുകൊണ്ടാണ് ഈ ഒരു ഷെഡ്യൂൾ കാസ്റ്റ് ഇന്ന് വരെ ഒരു ഷെഡ്യൂൾ കാസ്റ്റ് മുഖ്യമന്ത്രി ആയിട്ടില്ല? എന്തുകൊണ്ടാണ് ഒരു ഷെഡ്യൂൾ കാസ്റ്റിനെ മുഖ്യമന്ത്രി ആക്കാത്തതെന്ന് ഒരു ഇഷ്യൂവും ആയിട്ടില്ല. മുസ്ലിംസ് ആണെങ്കിൽ ഏറ്റവും വലിയ പോപ്പുലേഷൻ 26% 53 ദിവസവും മറ്റാണ് മുസ്ലിംസിന് കിട്ടിയിട്ടുള്ളത് ചീഫ് മിനിസ്റ്ററായിട്ട്. വാസ്തവത്തിൽ ഒരു ഷെഡ്യൂൾ കാസ്റ്റിലെങ്കിൽ ഒരു മുസ്ലിം ചീഫ് മിനിസ്റ്റർ ആകേണ്ടതാണ്. ഇതൊന്നും കരുതാതെ ഷെഡ്യൂൾ ട്രൈബൽ ചിന്ത പോലും കേരളത്തിൽ ഇല്ല, ഒരു ഇഷ്യൂ ആവുന്നില്ല കേരളത്തിൽ. ഇത് ഈ മന്ത്രിസഭയ്ക്ക് മുമ്പെടുത്താൽ സ്വേറിംഗിൽ നടന്ന ക്യാബിനറ്റ്സിന്റെ 82% ഈ 3 ഒളിഗാർക്കി കമ്മ്യൂണിറ്റീസാണ് വരുന്നത്. 18 ജഡ്ജസ് സുപ്രീം കോടതിയിൽ പോയിട്ടുണ്ട്. അതിൽ 14 പേര് ഈ 3 കമ്മ്യൂണിറ്റീസാണ്. ഇതൊന്നും ഒരു വിഷയമാകുന്നില്ല. കാരണം മീഡിയ മുഴുവനും, അതുകൊണ്ടാണ് ഈ ചാനലിൻ്റെ വളരെ വലിയ ഇമ്പോർട്ടൻസ്. എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിലും ഇതെല്ലാം ഓളിഗാർക്കി കൺട്രോൾ ചെയ്യാണ്. മറ്റുള്ള ഒരു പെർസ്പെക്റ്റീവ് കിട്ടുന്നില്ല. അപ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ടായിട്ട് നമ്മൾ കാണുന്നത് നമ്മളുടെ ഏറ്റവും വലിയ ചാലഞ്ച് ഈ സെക്കൻഡ് ട്രാൻസ്ഫർ ഓഫ് പവർ ഉണ്ടാകണം. ശരിക്കും ഡെമോക്രസി വേണമെങ്കിൽ നമ്മൾ ബ്രിട്ടീഷുകാരിൽ നിന്നും ഇന്ത്യൻസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ നമ്മൾ കറക്റ്റായിട്ട് പോരാടി സക്സീഡ് ചെയ്തു. പക്ഷേ ഇന്ത്യൻസ് എന്ന് വെച്ചാൽ ഈ ഓളിഗാർക്കി അല്ല, ഇവിടുത്തെ ജനങ്ങളാണ്. അതിലേക്ക് ട്രാൻസ്ഫർ ഓഫ് പവർ ഉണ്ടാവണം. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റിനെ അട്ടിമറിക്കുന്ന ഒരു കോൺസെപ്റ്റാണ് ഈ സവർണ റിസർവേഷൻ. അതുകൊണ്ടാണ് നമ്മൾ അതിനെതിരെ ഫൈറ്റ് ചെയ്ത് വാദിച്ചു. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പക്ഷേ 2 ജഡ്ജിമാർ, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഉൾപ്പെടെ ജസ്റ്റിസ് യു ലളിത്, ജസ്റ്റിസ് രവീന്ദ്ര ഭട്ട്, ഇവരെ നമ്മുടെ വാദങ്ങളൊക്കെ കേട്ട് എല്ലാവരുടെയും വാദങ്ങൾ, അതെ 5 അംഗ ബെഞ്ചായിരുന്നു. അതിൽ 2 പേര് ഈ EWS അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്ന് സ്ട്രൈക്ക് ഡൗൺ ചെയ്തു. ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ സ്ട്രൈക്ക് ഡൗൺ ചെയ്തു. അതിനും ആരും ഈ മീഡിയ ഒന്നും അറ്റൻഷൻ കൊടുക്കുന്നില്ല. ഇത് കോടതി അപ്ഹോൾഡ് ചെയ്തു എന്നേ പറയുന്നു. പക്ഷേ 2 പേര് അതിനെതിരെ പറഞ്ഞു. അതിൽ ഒരാൾ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആയിരുന്നു സ്ട്രൈക്ക് ഡൗൺ ചെയ്തു. അപ്പോൾ വാസ്തവത്തിൽ അതല്ല സാറ് ഈ കേസ് വാദിക്കുന്ന സമയത്ത് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. കാരണം ഈ കേസ് നമ്മൾ ജയിക്കാനൊട്ടും സാധ്യതയില്ല. ഇത് 5 പേരും 5-0 എന്നാണ് പറഞ്ഞത്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായത് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു സാറിൻ്റെ വാദം തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അത്രക്ക് സമഗ്രമായ രീതിയിൽ EWSന്റെ കേസിൽ സാറ് വാദിക്കുന്നുണ്ട്. ആ വാദം വളരെ ശ്രദ്ധയോടുകൂടി ഈ ചീഫ് ജസ്റ്റിസും അതുപോലെ തന്നെ രവീന്ദ്ര ഭട്ടിന്റെ വിയോജന കുറിപ്പിലും അത് കാണാൻ കഴിയുന്നുള്ളതാണ്. അപ്പോൾ സാർ അവിടെ യഥാർത്ഥത്തിൽ ഉന്നയിച്ച വാദങ്ങൾ എന്തെല്ലാമായിരുന്നു? അല്ല, ഈ വാദങ്ങൾ ഇത് തന്നെയായിരുന്നു. അതായത് ബേസിക് വാദം ഈ റിസർവേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഞാൻ പറഞ്ഞത് ഞങ്ങളിവിടെ വന്നിരിക്കുന്ന റിസർവേഷനെ ഡിഫെൻഡ് ചെയ്യാനല്ല. ഞങ്ങൾക്കൊരു ഒരു ഇൻട്രസ്റ്റും ഇല്ല. റിസർവേഷൻ ഒരു വാസ്തവത്തിൽ സവർണ ഐഡിയ ആണ്. ഞങ്ങളതിനെതിരാണ്. ഞങ്ങൾക്ക് വേണ്ട പ്രാതിനിധ്യം. ആ പ്രാതിനിധ്യത്തിന് അപ്പം പിന്നെ നമ്മൾ പറഞ്ഞു ആർട്ടിക്കിൾ 46 അനുസരിച്ചാണ് ഈ EWS കൊണ്ടുവന്നതെന്നാണ് ഗവൺമെൻറ് തന്നെ പറയുന്നത്. 46 എന്താണ് 46 പറയുന്നത്? 46 പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ 46 പറയുന്നത് the state shall promote with special care the educational and economic interests of weaker sections of the people. അതായത് ഓഫ് ഇൻഡിവിജ്വൽസ് ഇൻ പോവർട്ടി എന്നല്ല, weaker sections of the people. And in particular of scheduled castes and scheduled tribes. And shall protect them from social injustice and all forms of exploitation. ഇത് വെച്ചിട്ടാണ് EWS കൊണ്ടുവരുന്നത്. അതെ, ഞാൻ പറഞ്ഞു ഇതിൽ വരുന്ന ഏത് മെഷറും ഈ 3-4 ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യണം. ഒന്ന്, ഇത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് സോഷ്യൽ ഇൻജസ്റ്റിസ്, ഇക്കണോമിക് അല്ല, സോഷ്യൽ ഇൻജസ്റ്റിസ് ആൻഡ് ഓൾ ഫോംസ് ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ്റെ ഇരകളെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് ഈ പ്രൊവിഷൻ. അപ്പോൾ ഇവിടുത്തെ ഈ ഓളിഗാർക്കി കമ്മ്യൂണിറ്റീസിലുള്ള ആൾക്കാർ എന്ത് സോഷ്യൽ ഇൻജസ്റ്റിസ് ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ്റെ ഇരകളാണ്? അത് ഒരിക്കലും കൊടുക്കാൻ പാടില്ല. പിന്നെ അതിൽ
ഇൻ പെർട്ടിക്കുലർ SC/ST ഉൾപ്പെടപ്പെടണം എന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നു. അതിൽ SC/ST ഒഴിവാക്കിയിരിക്കുന്നു. ആൻഡ് അത് വിത്ത് സ്പെഷ്യൽ കെയർ വീക്കർ സെക്ഷൻസ് ആയിരിക്കണം. അപ്പോൾ വീക്കർ സെക്ഷൻസ് ആയിരിക്കണം, അതിൽ പെർട്ടിക്കുലർലി SC/ST ഇൻക്ലൂഡ് ചെയ്യണം. EWSന്റെ ബെനിഫിഷ്യറീസ് മസ്റ്റ് ബി വിക്ടിംസ് ഓഫ് സോഷ്യൽ ഇൻജസ്റ്റിസ് ആൻഡ് ഓൾ ഫോംസ് ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ എന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നു. ഇതിനെ കംപ്ലീറ്റ്ലി ഡിസ്റിഗാർഡ് ചെയ്തു. ഇതിന് നേർ വിപരീതമായിട്ടാണ് നേർ വിപരീതമാണ്. ഞാൻ തന്നെ എനിക്ക് അദ്ദേഹത്തിന് പണ്ട് അറിയാമായിരുന്നുകൊണ്ട് ഞാൻ റോജി ജോണിനെ ഒരിക്കൽ വിളിച്ചു, MLA ആയിരുന്നപ്പോൾ. എന്നിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ അത് ഇപ്പോഴത്തെ മന്ത്രി, നിങ്ങൾ എനിക്ക് ഡൽഹിയിൽ നിന്ന് അറിയാവുന്നുണ്ട്, ഞാൻ സിൻസിയറായിട്ട് പറഞ്ഞാണ്, നിങ്ങൾ എന്തുകൊണ്ട് അന്നത്തെ LDF ഗവൺമെൻറ്റിനോട് ഒരു ചോദ്യം ചോദിച്ചൂടെ? നിങ്ങളുടെ കോൺസ്റ്റിറ്റ്യുവൻസിയിലുള്ള ഇക്കണോമിക്കലി ഈ പറഞ്ഞ ഈ 46ന്റെ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രം EWS എന്തുകൊണ്ട് കൊടുക്കുന്നില്ല? എന്തുകൊണ്ട് ഇതിൽ പെടാത്തവർക്ക് കൊടുക്കുന്നു? എന്തുകൊണ്ട് അവരെ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല? അദ്ദേഹം റിഫ്യൂസ് ചെയ്തു, ആ ചോദ്യം ചോദിക്കില്ല എന്ന് പറഞ്ഞു. അത് പ്രതിപക്ഷ നേതാവിന് ആയിട്ട് കൺസൾട്ട് ചെയ്യുക, സതീശൻ, അവരുമായിട്ട് കൺസൾട്ട് ചെയ്യണം, എന്നാലേ ചോദിക്കാൻ ഒക്കുള്ളൂ. ഞാൻ പറഞ്ഞു, നിങ്ങളൊരു MLA അല്ലേ, നിങ്ങളുടെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഈ വിക്ടിംസ് ഓഫ് സോഷ്യൽ ഇൻജസ്റ്റിസ്, ഓൾ ഫോംസ് ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ, SC/ST മൈനോറിറ്റീസ്, ഇവരെ കൂടെ ഇൻക്ലൂഡ് ചെയ്യേണ്ടതല്ലേ? അവരെ ഇൻക്ലൂഡ് ചെയ്യരുത് എന്ന് പറയുന്നില്ലല്ലോ. അത് ഞാൻ പറഞ്ഞ അതിൽ ഈ എക്സിസ്റ്റിംഗ് 16-15 റിസർവേഷൻ കിട്ടാത്ത ആൾക്കാർക്ക് അവരെ കൂടെ ഇതിൽ ഇൻക്ലൂഡ് എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചൂടെ? ഞാൻ വിചാരിച്ച ഒരു യുവാവാണ്, ഒരു സ്റ്റുഡൻറ് ലീഡറായിരുന്നു, യൂത്ത് ലീഡറാണ്, ഒന്ന് ചോദിക്കുക, റിഫ്യൂസ് ചെയ്തു. അപ്പോൾ ഇവരുടെ ഉദ്ദേശം എന്താണ്? ഇവർക്ക് വേണ്ടി റിസർവേഷൻ വേണം, ഒരു സെപ്പറേറ്റ് കമ്പാർട്ട്മെന്റ് വേണം. ഈ കോടതി വിധിയിൽ, രവീന്ദ്ര ഭട്ടിന്റെ വിധിയിൽ പ്രത്യേകം ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ. അതായത് ഇവിടുത്തെ ഏറ്റവും ദരിദ്രരായ ജനവിഭാഗങ്ങൾ, ഒന്നാമത്തെ ജനവിഭാഗം പട്ടികവർഗമാണ്, രണ്ടാമത്തെ പട്ടികജാതിക്കാരാണ്, ഇത് കഴിഞ്ഞ് OBC, ഇത് കഴിഞ്ഞിട്ടാണ് മറ്റുള്ളവർ. അപ്പോൾ അവരെയും കൂടി ഉൾപ്പെടുത്തേണ്ടതാണ് ഇതിനുള്ളൊരു അദ്ദേഹം ഒന്ന് സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഞാനിത് വാദിച്ചപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞു, അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇവരുടെ ഒബ്ജക്റ്റീവ്സ്, ഞാൻ പറഞ്ഞു ശരി, എല്ലാവർക്കും കൊടുക്കുക, ഈ OBC പോലെ ആരെ എക്സ്ക്ലൂഡ് ചെയ്യണ്ട, ഈ ക്രൈറ്റീരിയയിൽ പെടുന്ന എല്ലാവർക്കും കൊടുക്കുക, അത് ജാതി മത ഭേദമില്ലാതെ കൊടുക്കുക. അപ്പോൾ അദ്ദേഹം പറയുന്ന സാമ്പത്തിക സംവരണം. അതെ, എന്നാലും ശരിക്കുള്ള അതാണ് ഈ മാർക്സിസ്റ്റുകാർ സാമ്പത്തിക സംവരണം എന്ന് പറഞ്ഞിരുന്ന അതാണ്, ജാതി മത ഭേദമില്ലാതെ എല്ലാവർക്കും കൊടുക്കുക. പക്ഷെ ഇപ്പോൾ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്ന ഈ കാസ്റ്റിന്റെ ലിസ്റ്റാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, ജെനുവിൻ കാസ്റ്റ് ലിസ്റ്റാണ്. പക്ഷെ ഇത് പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഈ ഗവൺമെൻറ്റിൻ്റെ റിയൽ ഉദ്ദേശം സാധിക്കില്ല എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ അങ്ങനെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇതിൽ ഒരിക്കലും ഒരു സവർണ മെമ്പറിന് വരില്ല EWS ലിസ്റ്റിൽ. പക്ഷേ ഗവൺമെൻറ്റിന് ഇന്നും ആ പോസിബിലിറ്റി ഉണ്ട്. അതായത് ഇപ്പോൾ റിസർവേഷൻ എലിജിബിളാണ്. ഈ 16(4) പറയുന്നത് എക്സ്ക്ലൂഡിങ് ദി ക്ലാസ്സസ് അണ്ടർ 16(4), 15(4) എന്നാണ്. അത് ഞാൻ വാദിച്ചു, 16(4), 15(4) എന്നാണ്. അപ്പോൾ എപ്പോഴാണ് ഈ എക്സ്ക്ലൂഷൻ? നമ്മൾ മനുഷ്യരാണ്, നമ്മൾ ഈ 15(4), 16(4) OBC ക്ലാസ്സിൽ, SC/ST ക്ലാസ്സിൽ എപ്പോഴാണ് പെടുന്നത്? അതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടുമ്പോഴാണ് നമ്മൾ പെടുന്നത്. തീർച്ചയായിട്ടും. അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ ഐഡൻറ്റിറ്റി അല്ല ഇത്. നമ്മുടെ ഒരു സ്പെഷ്യൽ അസിസ്റ്റൻസ് തരാൻ വേണ്ടി എലിജിബിലിറ്റി ക്രൈറ്റീരിയനാണ്, അല്ലാതെ സോഷ്യൽ ഐഡൻറ്റിറ്റി അല്ല. OBC ആയാലും SC/ST ആയാലും സമുദായങ്ങൾ അല്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൽ എനിക്ക് റിസർവേഷൻ ഞാൻ അപ്ലൈ ചെയ്യുന്നു, എനിക്ക് റിസർവേഷൻ കിട്ടുന്നില്ല, കട്ട് ഓഫ് എൻ്റെ താഴെയാണ് ഞാൻ. അപ്പം ഞാൻ പിന്നെ എങ്ങനെ OBC ആവും? ഞാൻ അതിൽ പെട്ടാൽ മാത്രമേ ഞാൻ OBC ആവുള്ളൂ, അല്ലെങ്കിൽ SC/ST ആവുള്ളൂ. അപ്പം ഞാൻ പെട്ടിട്ടില്ലെങ്കിൽ ഞാൻ അതർ ദാൻ ആവുന്നു. അതെ. അപ്പോൾ എനിക്ക് എന്തുകൊണ്ട് EWSൽ എലിജിബിലിറ്റി ഇല്ല? അതവർ അക്നോളജ് ചെയ്യുന്നില്ല. അപ്പം ഇനിയും പല പ്രശ്നങ്ങൾ ഇതുപോലെ ഒരു വളരെ ഓപ്പണായിട്ട് പ്ലെയിനായിട്ട് ഇവരുടെ ഈ ഓളിഗാർക്കിയുടെ ഷെയറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും 10% ആ റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസിയിൽ നിന്നും വിഡ്രോ ചെയ്യാണ്. അപ്പോൾ 50% ഓൾറെഡി വിഡ്രോൺ ആണ്. ഈ 50% കോൺസ്റ്റിറ്റ്യൂഷൻ ഇല്ലാത്ത റിസർവേഷൻ വിൽ നോട്ട് എക്സീഡ് 50% എന്നുള്ള പഴയ റൂൾ അനുസരിച്ച് 50% എടുത്ത് കളഞ്ഞിട്ടുണ്ട്. മറികടക്കുന്നുണ്ടല്ലോ. അതെ, 50%-ത്തിൽ പക്ഷേ റിസർവേഷൻ ഇല്ല.
ആർക്ക് വേണമെങ്കിലും വരാം. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് അവർക്കാണ് കിട്ടുന്നത്. പക്ഷെ ആ 50% ഉള്ളിൽ ഒരു 10% വേണ്ടി മാത്രം വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇവരുടെ അപ്പൊ ഈ 50% എക്സീഡ് ചെയ്യുന്നതിലും പ്രശ്നമില്ല അവർക്ക്. ഇല്ല, എക്സീഡ് ചെയ്യുന്നതിൽ പ്രശ്നം ചിലടത്ത് എക്സീഡ് ചെയ്യുന്നുണ്ട്, ചിലടത്ത് എക്സീഡ് ചെയ്യുന്നില്ല. അത് വെറും OBC ഉള്ള തമിഴ്നാട്ടിലും എക്സീഡ് ചെയ്യുന്നു. അപ്പൊ എക്സീഡ് ചെയ്യരുത് എന്ന് നമ്മുടെ ഇന്ദിരാ സോണി പറയുന്നില്ല. പക്ഷേ ജസ്റ്റിഫിക്കേഷൻ വേണം എന്നാണ് പറയുന്നത്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ അവർ ഇവർക്ക് വേണ്ടി വേറെ ഒരു കാസ്റ്റിനോ കമ്മ്യൂണിറ്റിക്കോ ഈ സവർണർക്കല്ലാതെ ഈ റിസർവേഷൻ ഇല്ല. അതെ, ഇവർക്ക് മാത്രമേ ഉള്ളൂ 10%. ഇവർ 2-3% ആയിരിക്കും പോപ്പുലേഷൻ. ഇവർക്ക് 10% ഇരിക്കുന്നു. അവർക്ക് ഈ കട്ട് ഓഫ് ലോ ആവുന്നത് അവരുടെ അതായത് പരമാവധി കൊടുക്കാവുന്നതാണ് 10%. പക്ഷേ 10% എല്ലാവരും കൊടുത്തിരിക്കുകയാണ്. അതിന് യാതൊരു ഡാറ്റ വേണ്ട, എംപിരിക്കൽ ഡാറ്റ ഒന്നുമില്ല, കണക്കുകൾ വേണ്ട, പരിശോധനകളില്ല, ഒന്നുമില്ല. പക്ഷെ മറ്റ് ആളുകൾക്ക് റിസർവേഷൻ കൊടുക്കുമ്പോൾ ഇതെല്ലാം ഉണ്ടെങ്കിൽ പോലും കൊടുക്കാൻ പ്രയാസമാണ്. പിന്നെ SC ST OBC കട്ട് ഓഫിന് കുറവിലുള്ള ആൾക്കാർക്ക് ഇതിപ്പോ നടപ്പാക്കി കഴിഞ്ഞതിന്റെ അനുഭവങ്ങൾ ഒരുപാട് വന്നല്ലോ. വളരെയധികം പുറകിൽ മാർക്ക് കിട്ടിയ ആളുകൾ, ഇവർ പൊതുവിൽ റിസർവേഷനെ കുറിച്ച് പറയുന്ന ഒരു ആരോപണം അതാണല്ല, മാർക്ക് കുറഞ്ഞ ആളുകൾ, കഴിവില്ലാത്ത ആളുകൾ, യോഗ്യതയില്ലാത്ത ആളുകൾ ഡോക്ടർമാരും എഞ്ചിനീയർമാരും ആകുന്നു എന്നുള്ള ഒരു ആരോപണം ഉന്നയിച്ചത്. പക്ഷെ ഇപ്പൊ ആരോപണം ഉന്നയിക്കാൻ പറ്റാത്ത രീതിയിൽ EWC പെടുന്ന ആളുകളാണ് ഏറ്റവും മാർക്ക് കുറഞ്ഞ ആളുകൾ കയറുന്നതായിട്ടാണ് ഇപ്പൊ കണക്ക് വരുന്നത്. പക്ഷെ അതിൽ അവർ നമ്മളെപ്പോഴും പറയും OBC SC ST റിസർവേഷൻ ആണെങ്കിൽ ഡോക്ടറിന് കഴിവില്ല, എഞ്ചിനീയറിന് കഴിവില്ല, ഓപ്പറേഷൻ ചെയ്താൽ. പക്ഷേ സ്പോർട്സ്മെന് കൊടുക്കുന്നു, സ്ത്രീകൾക്ക് കൊടുക്കുന്നത് കറക്റ്റാണ്, കൊടുക്കുന്നു. പക്ഷെ അവർക്ക് കൊടുക്കുന്നു. ഈ ജവാൻസിൻ്റെ മക്കൾ, അങ്ങനെ സെൻട്രൽ ഗവൺമെൻറ് ഓഫീഷ്യൽസ് അവർക്കെല്ലാം റിസർവേഷൻ കൊടുക്കുന്നു. പക്ഷെ ഒരു ഡോക്ടർ വരുമ്പം നിനക്ക് പോൾ വോൾട്ട് ചാടിയിട്ടാണോ അഡ്മിഷൻ കിട്ടിയത് ആരെങ്കിലും ചോദിക്കുന്നത്? ഈ സ്പോർട്സ് ആൾക്കാർക്ക് കൊടുത്തുകൊണ്ട് മെറിറ്റ് പോകുന്നു എന്ന് ആരെങ്കിലും പറയുന്നു? സ്ത്രീകൾക്ക് കൊടുക്കുന്നതുകൊണ്ട് മെറിറ്റ് പോകുന്ന ആരെങ്കിലും പറയുന്നുണ്ട്? അപ്പൊ വാസ്തവത്തിൽ OBC SC ST കൊടുത്താൽ മാത്രമേ മെറിറ്റ് വിഷയമുള്ളൂ. അതെന്താണ്? അത് വെറും ജാതിയാണ്, വംശീയതയാണ്. അതെ, OBCയിൽ പെട്ട സ്ത്രീക്കാണെങ്കിൽ മെറിറ്റ് പോകും. OBCയിൽ അല്ലാത്ത സ്ത്രീക്ക് റിസർവേഷൻ കൊടുക്കുകയാണെങ്കിൽ മെറിറ്റ് പ്രശ്നമല്ല, മെറിറ്റ് പ്രശ്നം. അതാണല്ലോ നമ്മുടെ വനിതാ സംവരണത്തിൽ കൊണ്ടുവന്നത്. വനിതാ സംവരണം എന്ന ആശയത്തിനകത്തും OBC SC റിസർവേഷൻ അനുവദിക്കുന്നില്ല. അപ്പോൾ ഇത് വെറും ഒരു അതാണ് ഈ വർണ്ണവ്യവസ്ഥയുടെ, അതായത് ഈ സവർണർക്ക് മാത്രമേ ഈ ഓപ്പർച്യൂണിറ്റീസ് കിട്ടാൻ പാടുള്ളൂ. ബാക്കിയുള്ളവർക്ക് അവർ വിശ്വസിക്കുന്നത് ഈ വർണ്ണാശ്രമ ധർമ്മത്തിൻ്റെ ഈ ഫ്രോഡാണ്. ആ ഫ്രോഡിൽ ഇവർ വിശ്വസിക്കുന്നത് എന്താണ്? ഇവർക്കാർക്കും യോഗ്യതയില്ല, കഴിവില്ല എന്നാണ്. അതെ. ഇപ്പോൾ ഒരു ബ്ലൈൻഡായിട്ട് ഒരാളെ ഡ്രൈവർ ആക്കാൻ ആരെങ്കിലും പറയുക, അതുപോലെ പറയുക യോഗ്യതയില്ല, ഇവർക്ക് ജന്മനാൽ യോഗ്യതയില്ലാത്ത ആൾക്കാരെന്നുള്ള ആ പ്രെജുഡിസ്, വർണ്ണാശ്രമ അധർമ്മത്തിൻ്റെ ആ ബേസിക് പ്രെജുഡിസ്, അതിനെയാണ് വാസ്തവത്തിൽ നമ്മൾ ടാക്കിൾ ചെയ്യുന്നത്. അപ്പോൾ EWSൽ ഈ മറ്റേ സൈഡിൽ പിന്നെ ഞാൻ ഒരു കാര്യം, അവർക്ക് ഒരു ഡേറ്റ ഇല്ലായിരുന്നു മിസ്റ്റർ സുദേശ് പറഞ്ഞ പോലെ. പക്ഷെ ഒരുപാട് ഡേറ്റ അവർ അവതരിപ്പിച്ചു, ഒരു പ്രസക്തിയില്ലാത്ത ഡേറ്റ അവതരിപ്പിച്ചു. എന്നാലും അതെല്ലാം അക്സെപ്റ്റ് ചെയ്തു. ഈ മെജോറിറ്റി ജഡ്ജസ് അതെല്ലാം അക്സെപ്റ്റ് ചെയ്തു. ഇപ്പം ഞാൻ കാണുന്നത്, ഞാനന്ന് കണ്ടത് ഈ ഇഫക്റ്റീവായിട്ടുള്ള ആർഗ്യുമെൻറ്റ്സ് ജഡ്ജ് കോർട്സിന് മുമ്പിൽ വെക്കാൻ ആവശ്യത്തിന് ഒരു ബെഞ്ച്, നമുക്ക് ഒരു ബാറിൻ്റെ ഇടയിൽ ഒരു സ്ട്രെങ്ത് ഇല്ലായിരുന്നു. ഒരുപാട് ആൾക്കാർ വാദിച്ചു. പിന്നെ ഇതിനോട് കമ്മിറ്റ്മെൻ്റ് ഉള്ള പലരും വാദിക്കുന്നത് ഈ കമ്മ്യൂണിറ്റീസിൽ നിന്ന് വരുന്ന ആൾക്കാർ, സഫർ ചെയ്യുന്ന ആൾക്കാരല്ല. അതാണ്. അപ്പോൾ അവർക്ക് ഇതിൻ്റെ എന്താണ് ശരിക്കുള്ള റിയാലിറ്റി എന്ന് അവർക്ക് എക്സ്പീരിയൻസ് ചെയ്ത് അറിവില്ല. അവിടെയാണ് നമുക്ക് ബാറിലും പ്രാതിനിധ്യം വേണം, ജുഡീഷ്യറിയിലും പ്രാതിനിധ്യം വേണം.